ഹലോ, എന്തൊക്കെ വിശേഷങ്ങള്? എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ പടിഞ്ഞാറേക്കര ബീച്ചിലെ കാര്യമായിട്ട് എന്തൊക്കെയോ പരിപാടികൾ നടക്കാൻ പോകുന്നെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ. അപ്പൊ പിന്നെ പോവാണ്ടിരിക്കുക എങ്ങനെയാ? പ്രത്യേകിച്ച് നമ്മുടെ പുറത്തൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള പരിപാടിയാവുമ്പോൾ നമ്മൾ അവിടെ വേണ്ടേ? അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് ട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. നമ്മുടെ റിപ്പബ്ലിക് ഡേന്റെ അന്നാണ് കേട്ടോ പുറത്തൂർ പഞ്ചായത്തിന്റെ കീഴിൽ 3 ദിവസങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന പടിഞ്ഞാറേക്കര ബീച്ച് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നത്. ഞങ്ങൾ അവിടെ എത്തും വരെ പരിപാടിനെ കുറിച്ചൊന്നും യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടാ. കുടുംബശ്രീന്റെ കീഴിലുള്ള ഒരു പരിപാടിയാണ്, അതുപോലെ തന്നെ പുറത്തൂർ പഞ്ചായത്തിലെ പ്രോഗ്രാം, അത് മാത്രമേ അറിയുള്ളായിരുന്നു. ഞങ്ങളിതേ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. കുടുംബശ്രീന്റെ കീഴിലുള്ള വനിതകളും മറ്റു ആളുകളൊക്കെ ചേർന്നിട്ട് നിരവധി ഫുഡ് ഐറ്റംസ് വിൽക്കുകയാണ്. ഓരോരോ സ്റ്റാളുകളായിട്ടാണ് കേട്ടോ. അവിടെ ഫുഡ് ഐറ്റംസിനൊപ്പം തന്നെ മറ്റു പല സാധനങ്ങളും വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഐറ്റംസിൽ നോക്കുകയാണെങ്കിൽ അള്ളാന്റെ ദുനിയാവിലുള്ള ഒരുവിധ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ അവിടുന്ന് കഴിക്കാനായാലും പാർസൽ ആയാലും എല്ലാത്തിനുള്ള സൗകര്യങ്ങളും അവിടെ കാണാൻ സാധിച്ചു കേട്ടാ. ഓരോ വിഭവങ്ങളും ചൂടോട് ലൈവ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണേ. അങ്ങനെ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഘോഷയാത്ര ഇങ്ങോട്ട് എത്തുന്നത് നോക്കിയിട്ട് മറ്റൊരു ഭാഗത്ത് ഇരിക്കായിരുന്നു കേട്ടാ. ഞങ്ങൾ മാത്രമല്ല കേട്ടാ, ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടാ. നമ്മൾ പാർക്കിനുള്ളിലായോണ്ട് തന്നെ സമയം പോണത് അറിഞ്ഞില്ല കേട്ടോ. ഐസ് ആയാലും മറ്റു കുട്ടികളായാലും ഒക്കെ അവിടെ ഇരുന്ന് കളിക്കുകയും പിന്നെ അവിടെ കുറെ റൈഡുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ എൻജോയ് ചെയ്യായിരുന്നു കേട്ടാ. എല്ലാവരും ഫാമിലി ആയിട്ട് വന്നോണ്ട് തന്നെ എല്ലാവരും മുഖത്തും ഒത്തിരി സന്തോഷമുണ്ടേ. തുടക്കം കുറിച്ചുകൊണ്ടുള്ള സംസ്കാരം നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അംഗനവാടി ജീവനക്കാരുടെയും വിവിധങ്ങളായ സ്കൂൾ വിദ്യാർത്ഥികളുടെയും സാംസ്കാരിക മഹോത്സവത്തിനായ ബീച്ച് ഫെസ്റ്റിന് പടിഞ്ഞാറക്കര ബീച്ചിൽ തിരിതെളിയിക്കുകയാണ്. ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് തവനൂരിന്റെ ജനകീയനായ MLA ഡോക്ടർ പി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് പടിഞ്ഞാറക്കര ടൂറിസം ബീച്ചിലേക്ക്. പിന്നെ ഇതേ നമ്മുടെ ഘോഷയാത്ര ആരംഭിച്ചുട്ടാ. നമ്മുടെ കേട്ടുജെല്ലിയിൽ MLA-യും മറ്റു പഞ്ചായത്ത് അംഗങ്ങളും പിന്നെ ഒത്തിരി ആൾക്കാരും ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ. ശിങ്കാരിമേളവും അറബന മുട്ടും മുത്തുകുടകളും പിന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്പെഷ്യൽ പ്രോഗ്രാമുകളൊക്കെ ചേർന്നപ്പോ പരിപാടി ഭയങ്കര കളറായിട്ടോ. ഓരോ കുടുംബശ്രീ ടീംസും ഡ്രസ് കോഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടാ. ഈ ഘോഷയാത്രയിൽ അത് വളരെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കളരിപ്പാറ്റും ഒപ്പനയും തുടങ്ങി വേറെ ഒത്തിരി പരിപാടികളുമായിട്ട് വളരെ ഊർജ്ജത്തോടെ നമ്മുടെ പാർക്ക് ലക്ഷ്യാക്കിയിട്ട് നീങ്ങിട്ടോ. ഇതിൽ പങ്കാളികളായ ഓരോ കുട്ടികളുടെയും സ്ത്രീകളുടെയും പങ്ക് വളരെ വലുതന്നെയാണ് കേട്ടോ. കാരണം അവർ ഒരു മടിയും കൂടാതെ മുന്നോട്ട് വന്ന് ഓരോ കാര്യങ്ങളും ഒത്തിരി എനർജറ്റിക് ആയിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഈ പരിപാടി വിജയിച്ചതിന്റെ വലിയൊരു പങ്ക് അവർക്ക് തന്നെ കൊടുക്കണേ.
നമ്മുടെ ഘോഷയാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തി തുടങ്ങി കേട്ടോ. എല്ലാവരും ഭയങ്കര ഉത്സാഹത്തിലാണ്. ഇക്കായിരുന്നു കേട്ടോ ഘോഷയാത്രയുടെ വീഡിയോ ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമയം ഞങ്ങൾ പാർക്കിനുള്ളിലായിരുന്നേ. ഇവിടെ ആണെങ്കിൽ വരുന്നവർക്കുള്ള വെള്ളവും മറ്റു പലഹാരങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കാത്തിരിക്കായിരുന്നു കേട്ടോ. അതുകൂടാതെ ഒത്തിരി ആൾക്കാരും ആദ്യം വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഘോഷയാത്ര മെയിൻ എൻട്രൻസിൽ എത്തിയപ്പോൾ ആളുകളെ കൊണ്ട് തിങ്ങിട്ടോ. അവിടെ വെച്ച് നമ്മുടെ ശിങ്കാരമേളക്കാരുടെ ഒരു കലാശക്കൊട്ടോട് കൂടി നമ്മുടെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും മറ്റു ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. അതിനൊക്കെ സ്പെഷ്യൽ വേദികളും സ്ഥലങ്ങളും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിലും ഫുഡ് ഫെസ്റ്റും അടിപൊളിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ കുറച്ചേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടാ. അപ്പൊ ഇനിയും 2 ദിവസം കൂടെ, അതായത് ജനുവരി 27, 28 ദിവസങ്ങളിൽ കൂടി ഈ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എക്സ്പോയും നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയൊക്കെ ഒപ്പം ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.